അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം, അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ട്. അദ്ദേഹം നടത്തുന്നത് ട്രാവൽസ് ബിസിനസ്സാണ്. അദ്ദേഹത്തിന് ഒട്ടനവധി ബന്ധങ്ങൾ മലപ്പുറം ജില്ലയിലായാലും കോഴിക്കോട് ജില്ലയിലായാലും അത്തരം സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ഇതിൽ ഏതെങ്കിലും നിലക്ക് ഈ ടൂർണമെൻറ്റിനെതിരെ നിൽക്കുന്നു എന്നറിയുമ്പോൾ അതിൽ ഇടപെടാൻ തക്ക രീതിയിലുള്ള ഒരാളാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഇടപെടിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ ആരോടും വാശി പിടിച്ചിട്ടോ ആരോടെങ്കിലും എതിര് പറഞ്ഞിട്ടൊന്നും അല്ല ഈ ടൂർണമെൻറ്റുകൾ ഇവിടെ നടത്തുന്നത്. ആരും വെല്ലുവിളിച്ചിട്ടല്ല ഇത് നടത്തുന്നത്. അത്തരത്തിലില്ല. ലിൻഷ മെഡിക്കൽസിൻ്റെ ഓണർമാരും മണ്ണാർക്കാട് ടൂർണമെൻറ്റിനെതിരെ, മണ്ണാർക്കാട് കമ്മിറ്റിക്കെതിരെ എവിടെയും ഒരു വാക്ക് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. സംസ്ഥാനത്തുള്ള വേറെ ചില കുബുദ്ധികളുടെ ചില നടപടികളും ചില കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ മണ്ണാർക്കാട് നടക്കുന്ന ഒരു ടൂർണമെൻറ്റ് കമ്മിറ്റിയുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന് ലിൻഷ മെഡിക്കൽസിൻ്റെ ടീം ഓണേഴ്സാണ് ആദ്യം തീരുമാനമെടുക്കേണ്ടത്. പലപ്പോഴും ലിൻഷ മെഡിക്കൽസ് ഫൈനലിലെത്തുക അല്ലെങ്കിൽ കപ്പടിക്കുക ചെയ്യുമ്പോൾ കമ്മിറ്റി കളി എന്നുള്ള രൂപത്തിൽ പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എങ്ങനെയാണ് അതിനെ കാണുന്നത്? നമസ്കാരം, ദേശവാണി ഫമിലേക്ക് സ്വാഗതം. നമുക്കറിയാം, മണ്ണാർക്കാട് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സി മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പ്രസ്താവന വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. എന്തായിരുന്നു അതിൻ്റെ കാരണം? എന്തായിരുന്നു? ബഹുമാനപ്പെട്ട ബഷീർക്ക, മുൻ നഗരസഭാ ചെയർമാൻ, മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ്റെ ഈ ടൂർണമെൻറ്റുകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടക്കുമ്പോൾ വളരെ കൃത്യമായി ഞങ്ങളോട് അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ അത് രണ്ട് നിരക്കും അദ്ദേഹത്തോട് കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള അതിൻ്റെ പെർമിഷനുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെവൻസ് ഫുട്ബോൾ അസോസിയേഷനിൽ സംസ്ഥാന തലത്തിൽ ചില സംഘടനാതല പ്രശ്നങ്ങളുണ്ട്. ആ സംഘടനാതല പ്രശ്നങ്ങളുടെ പേരിൽ ഈ ടൂർണമെൻറ്റ് ഇവിടെ നടക്കുന്നതിനെതിരെ ചില നീക്കങ്ങൾ സംസ്ഥാന തലത്തിലുണ്ടായപ്പോൾ അതിൽ ബഷീർക്കയോട് ആ കാര്യങ്ങൾ ഞങ്ങൾ ബന്ധപ്പെട്ട് സംസാരിക്കുകയും അദ്ദേഹം അതിന് വേണ്ട രീതിയിലൊരു ഇടപെടൽ നടത്തി ഈ ടൂർണമെൻറ്റ് ഇവിടെ സാധ്യമാകുന്നതിന് വേണ്ടി കൃത്യമായി അതിൽ പ്രവർത്തിച്ച ഒരാളാണ്. ആ നിലക്കാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു മുൻ നഗരസഭാ ചെയർമാൻ കൂടിയാണ്, മുസ്ലിം ലീഗിൻ്റെ ഒരു മുഖം കൂടിയാണ് സി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫുട്ബോളിൻ്റെ വേദിയിൽ വന്ന് അങ്ങനെ പ്രസ്താവന നടത്തുമ്പോൾ അത് രാഷ്ട്രീയമായി നോക്കിക്കാണുമെന്നുള്ളൊരു സംശയം വരില്ലേ? തീർച്ചയായും കേൾക്കുന്ന ആളുകളുടെ മുന്നിൽ അത്തരത്തിലൊരു ചിന്ത വന്നിട്ടുണ്ടാവും. അതില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളും ഈ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ ഒരു കാര്യങ്ങളിലും ഉണ്ടായിട്ടില്ല. അത് ഇത്തവണയും തീരെയില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞതിൻ്റെ പിന്നിലും ആ ഉദ്ദേശമില്ല. അദ്ദേഹം അത് എടുത്തു പറയാൻ വിട്ടതായിരിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇന്നേ വരെ മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ്റെ ടൂർണമെൻറ്റിന് എതിരായി ഒരു നിലക്കും പ്രവർത്തിച്ചിട്ടില്ല. വളരെയധികം സഹകരിച്ച് ഞങ്ങൾക്ക് ഇതിനു വേണ്ട എല്ലാവിധ പിന്തുണയും തന്നവരാണ്. അതോടൊപ്പം തന്നെ ഈ ടൂർണമെൻറ്റ് ഇവിടെ നടക്കുക എന്നുള്ളത് ഇവർക്കൊക്കെ ബോധ്യപ്പെടുന്നത് അനേകം ആളുകൾക്ക് ചികിത്സാ സഹായമായിട്ടും മറ്റ് ധനസഹായങ്ങൾക്കുമായിട്ട് ഈ ഗ്രൗണ്ടിൽ വെച്ച് പല ആളുകൾക്കും പല രീതിയിലും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവർക്കൊക്കെ ബോധ്യമുള്ളതാണ്. അപ്പോൾ അത് ഇനിയും ഇക്കാലത്ത് ഈ 13ാമത്തെ ടൂർണമെൻറ്റിലും അത്തരത്തിലുള്ള സഹായ വിതരണങ്ങൾ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഈ ടൂർണമെൻറ്റ് നടത്തുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. കുറേ ആളുകളോട് എത്തിച്ചേരുന്നു. ഒരു വല്ലാത്ത രീതിയിലൊരു മണിക്കൂർ സമയം ആളുകളുടെ സൗഹൃദവും ഒക്കെ ഇവിടെ ഉണ്ടാകുന്നു. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വിഘ്നം നിൽക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും മണ്ണാർക്കാട് തയ്യാറാവില്ല. കാരണം മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ്റെ ഈ പ്രവർത്തനങ്ങളെന്നല്ല, ഞങ്ങളുടെ ഏത് പ്രവർത്തനങ്ങളുമായും മണ്ണാർക്കാട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിൽ ഇന്നൊരാൾ എന്നുള്ളതില്ല, നല്ല നിലക്ക് ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സമാന്തര ഫുട്ബോൾ ടൂർണമെൻറ്റ് മണ്ണാർക്കാട് നടക്കുമെന്നുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജില്ലാ പ്രസിഡന്റ് എന്ന രൂപത്തിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടിരുന്നത്? അല്ല, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്നത് ഇപ്രാവശ്യം 2 സംസ്ഥാന കമ്മിറ്റികളുണ്ട്. അതായത് ഔദ്യോഗികമായൊരു വിഭാഗം, ഞങ്ങൾ മുഹമ്മദ് ചെറൂട്ടി സംസ്ഥാന പ്രസിഡന്റ് ആയിക്കൊണ്ടുള്ള ഒരു വിഭാഗമുണ്ട്. അതിൽ 18 ടീമുകൾ, സംസ്ഥാനത്ത് ആകെയുള്ളത് 32 ടീമുകളാണ്. അതിൽ 18 ടീമുകൾ ആക്റ്റീവായ ഏകദേശം 26ഓളം ടീമുകളിൽ 18 ടീമുകൾ ഇന്ന് ഞങ്ങളുടെ അസോസിയേഷനുമായി രജിസ്റ്റർ ചെയ്ത് അതിന് കൃത്യമായ പ്ലെയേഴ്സ് ലിസ്റ്റ് പ്രഖ്യാപിച്ച ടീമുകളുണ്ട്. ഈ 18 ടീമുകൾ ഈ മണ്ണാർക്കാടുള്ള ടൂർണമെൻറ്റിൽ മാത്രമല്ല SFA ഈ വിഭാഗം നടത്തുന്ന എല്ലാ ടൂർണമെൻറ്റുകളിലും അവർ മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ കരിങ്കല്ലത്താണിയിലാണ് ആദ്യത്തെ സംസ്ഥാന തലത്തിലുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നത്. അത് വളരെ നല്ല രീതിയിൽ അത് നടന്ന് അവസാനിപ്പിച്ചു. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പല ഭാഗങ്ങളിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ ടൂർണമെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പാലക്കാട് ജില്ലയിൽ തന്നെ വല്ലപ്പുഴയിൽ ടൂർണമെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള സമയങ്ങളിലും ടൂർണമെൻറ്റുകൾ ധാരാളമായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾ കൊണ്ട് സംസ്ഥാന ഫുട്ബോൾ അസോസിയേഷനിൽ സെവൻസ് ഫുട്ബോൾ അസോസിയേഷനിലുണ്ടായ ചില പ്രശ്നങ്ങൾ
അത് ടീമുകളുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള പ്രശ്നങ്ങളാണ്. അതിൽ ഏകപക്ഷീയമായ ചില നിലപാടുകൾ കഴിഞ്ഞ കാല ഭാരവാഹികൾ, തലപ്പത്തിരിക്കുന്ന ഭാരവാഹികൾ എടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിൽ നിന്നും കൃത്യമായി ഈ ടൂർണമെൻറ്റുകൾ നടത്തി വിജയിപ്പിച്ച ആളുകൾ ചേർന്നുകൊണ്ട് ഇതിന് ഒരു സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ ടൂർണമെൻറ്റ് നടത്തിപ്പോരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്, ഞങ്ങളുടെ ടൂർണമെൻറ്റ് ഏകദേശം 30-ലധികം ടൂർണമെൻറ്റുകൾ കേരളത്തിൽ ഈ സീസണിൽ കൃത്യമായി നടക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 8ഓളം ടൂർണമെൻറ്റുകളുണ്ട്. ഇനി റംസാൻ മാസം വരികയാണ്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ബാക്കി ടൂർണമെൻറ്റുകൾ നടന്നുകൊണ്ട് കേരളത്തിൽ 30-ലധികം ടൂർണമെൻറ്റുകൾ വിജയകരമായി തന്നെ നടക്കും. അതിൽ യാതൊരു മണ്ണാർക്കാട് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് ഇത്തവണ നമ്മളെ ഇതിലല്ല, നമ്മളെ വിഭാഗത്തിലല്ല എന്നുള്ളതാണ് നമ്മൾ അന്ന് പത്രസമ്മേളനത്തിലൊക്കെ പറഞ്ഞു വെച്ചിരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മോടൊപ്പം ചേർന്ന് നിന്നാൽ ഇത് ഇവിടെ ഗ്രൗണ്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇത്തവണ ഈ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് കൃത്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ആ തീരുമാനത്തിനകത്ത് മാറി നിൽക്കുന്ന ടീമുകളില്ല. 18 ടീമുകൾ വളരെ കൃത്യമായി ഇവിടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ടീമുകളാണ്. ആ ടീമുകളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുന്നതും കാര്യങ്ങളും. ബാക്കിയുള്ളതൊന്നും ഇപ്പോൾ ചർച്ചയുള്ള കാര്യങ്ങളേ അല്ല. കാരണം അതൊരു വേറെ വിഭാഗമായി അവർ പ്രവർത്തിക്കുന്നു. അവരുടെ ഭാഗത്തുള്ള ടീമുകൾ പല സ്ഥലങ്ങളിലും ടൂർണമെൻറ്റുകൾ ഉണ്ടാക്കി അവർ കളിക്കുന്നു. അത് ആ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഇപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ടൂർണമെൻറ്റിൻ്റെ സമയത്ത്, ഈ ഒരു സീസണിൽ അതിനെ സംബന്ധിച്ചൊരു ചർച്ചകളും ഉണ്ടാവില്ല. നമുക്കറിയാം, ഈ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു നാട്ടിലെ ഒരു ടീം മാറി നിൽക്കുമ്പോൾ അത് കമ്മിറ്റിക്കല്ല പ്രശ്നം. കാരണം ഇത് ടീമിനാണ്, ഞാൻ മനസ്സിലാക്കുന്ന ടീമിനാണ് പ്രശ്നം വരാൻ സാധ്യത. കാരണം ഹോം ഗ്രൗണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു രൂപത്തിലുള്ളൊരു സംഭവമാണ് വരിക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സാധ്യത അവർക്ക് നൽകാനുള്ള ഒരു സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? ആ തീരുമാനം മാറി നിൽക്കണോ, മണ്ണാർക്കാട് നടക്കുന്ന ഒരു ടൂർണമെൻറ്റ് കമ്മിറ്റിയുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന് ലിൻഷ മെഡിക്കൽസിൻ്റെ ടീം ഓണേഴ്സാണ് ആദ്യം തീരുമാനമെടുക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിൻഷ മെഡിക്കൽസ് മാത്രമല്ല, കേരളത്തിലുള്ള 32 ടീമുകളും ഒരൊറ്റ സംഘടനയുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായും ഈ സ്പോർട്സ് രംഗത്ത് നിലനിൽക്കുന്ന നേതാക്കളുമായും ഒക്കെ ഇടപെട്ടുകൊണ്ട് പരമാവധി ഇതിലൊരു അലയൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയതിന് ശേഷമാണ് ഒരു സീസണൽ ടൂർണമെൻറ്റ് നടക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മാറി നിന്ന് ഒരു ടൂർണമെൻറ്റുകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം നിന്ന് ടീമുകളാണ്. ഇപ്പോൾ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് കളിക്കണ്ട എന്ന് ആ ടീം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിവൃത്തിയൊന്നുമില്ല. അവർക്ക് ഹോം ഗ്രൗണ്ടിൽ കളിക്കണമെന്നവർക്ക് താല്പര്യമുണ്ടായിരുന്നു എങ്കിൽ അവരാദ്യം തന്നെ ഈ സംഘടനയോടൊപ്പം അവർക്ക് നിൽക്കാം. കാരണം എന്താ വെച്ചാൽ ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ ആരും തന്നെ ലിൻഷ മെഡിക്കൽസിനെ ഒരു കാലത്തും ഏത് രീതിയിലും ഒരു ടീമിനെയും ഞങ്ങളാരും ദ്രോഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. ലിൻഷ മെഡിക്കൽസ് ടീം അവരുടെ ടീം ബലം കൊണ്ട് അവർ കഴിഞ്ഞ സീസണിൽ, അതിന് മുമ്പത്തെ സീസണുകളൊക്കെ നന്നായി കളിച്ച് അവർ വന്നിട്ടുണ്ട്. അവർക്ക് അതിന് തക്ക രീതിയിലുള്ള ഗ്രൗണ്ടുകൾ അവർക്ക് ലഭിച്ചിരുന്നു. എതിര് കളിക്കുന്ന ടീമുകൾ, ശക്തമായ ടീമുകളെ അവർക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ അത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ അവർ നിൽക്കണമായിരുന്നു. പക്ഷേ അവർ മണ്ണാർക്കാട് ടൂർണമെൻറ്റ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം അവരപ്പുറത്തേക്ക് പോയതെന്നാണ് ഫായിദ ബഷീർ പറഞ്ഞ ഒരു വിഷയത്തിൽ ലിൻഷ മെഡിക്കൽസിന്റെ ഓണേഴ്സിന്റെ ഒരു ഇടപെടൽ ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല, അത്തരത്തിലില്ല. ലിൻഷ മെഡിക്കൽസിന്റെ ഓണർമാരാരും മണ്ണാർക്കാട് ടൂർണമെന്റിനെതിരെ, മണ്ണാർക്കാട് കമ്മിറ്റിക്കെതിരെ എവിടെയും ഒരു വാക്ക് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. അതല്ലാത്ത രീതിയിൽ, കാരണം ഇത് ലിൻഷ മെഡിക്കൽസ് ടീമും മണ്ണാർക്കാട് ടൂർണമെന്റ് കമ്മിറ്റിയും ഒക്കെ അവരുടെ ഓണേഴ്സുമായൊക്കെ വലിയ ബന്ധത്തിലുള്ള ആളുകളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ ഒരു നിലക്കുള്ള ഒരു ഇടപെടൽ സംസ്ഥാനത്തുള്ള വേറെ ചില കുബുദ്ധികളുടെ ചില നടപടികളും ചില കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത്. പക്ഷേ അതൊന്നും ഇവിടെ വിലപ്പോവില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം, മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ പ്രസിഡന്റ് ശ്രീ ചെറുട്ടി മുഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനാ ശക്തി കൊണ്ട്, അത് ഒരുമ കൊണ്ട്, അതിലെല്ലാവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുണ്ട്, അതിൽ പല വിഭാഗം ആളുകളുണ്ട്, എല്ലാവരും ആ സംഘടനയിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ സംഘടനയെ ഒരു കെട്ടുറപ്പോട് കൂടി ഈ 13 വർഷക്കാലം മാത്രമല്ല, കോവിഡ് വന്ന 2 വർഷക്കാലം കൂടി നിലനിർത്തിക്കൊണ്ട് 15 വർഷമായി ഈ കമ്മിറ്റി ഇവിടെ ശക്തമായി പ്രവർത്തിക്കുകയാണ്, നിലനിൽക്കുകയാണ്, ടൂർണമെൻറ്റുകൾ നടത്തുകയാണ്. ഞങ്ങൾ ആരോടും വാശി പിടിച്ചിട്ടോ ആരോടെങ്കിലും എതിര് പറഞ്ഞിട്ടൊന്നും അല്ല ഈ ടൂർണമെൻറ്റുകൾ ഇവിടെ നടത്തുന്നത്. ആരും വെല്ലുവിളിച്ചിട്ടല്ല ഇത് നടത്തുന്നത്. എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഇത് നടക്കുന്നത്. ആ നിലക്ക് മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ നല്ല രീതിയിൽ ടൂർണമെന്റ്. മുഹമ്മദ് ബഷീർ ഈ കാര്യത്തിൽ ഇടപെടണം എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ഇടപെടൽ ഇതിൽ സംഭവിച്ചു എന്നുള്ളത് തന്നെയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കണക്കാക്കരുത്. കാരണം കഴിഞ്ഞ 5 വർഷം ബഷീർക്ക മണ്ണാർക്കാട് ചെയർമാനായിരുന്നു. അതിൻ്റെ മുൻകാലങ്ങളിലും ബഷീർക്ക മണ്ണാർക്കാട് രാഷ്ട്രീയ രംഗത്തായാലും പൊതുരംഗത്തായാലും കൃത്യമായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പം ഞങ്ങൾ ആദ്യകാലത്ത് മണ്ണാർക്കാട് MES കോളേജിൻ്റെ ഗ്രൗണ്ടിൽ കളി നടത്തുന്ന സമയത്ത് ബഷീർക്ക പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയുമായിട്ടാണ് ആ കമ്മിറ്റി ഉണ്ടായിരുന്നത്. അക്കാലത്ത് ബഷീർക്ക പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നൽകുന്നത് ഒരു അകമഴിഞ്ഞ പിന്തുണയാണ്.
അതിനകത്ത് രാഷ്ട്രീയം കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരെങ്കിലും പരാജയപ്പെടുത്തുന്നതിനോ വേറെ ആർക്കെങ്കിലും എതിരായിട്ടുള്ളൊരു പ്രവർത്തനം നടത്തുന്നതിനോ വേണ്ടിയിട്ടല്ല. ഇത് നിലനിൽക്കണം അദ്ദേഹം ആഗ്രഹിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണാർക്കാട് പഞ്ചായത്തിന് കീഴിലോ മുനിസിപ്പാലിറ്റിയുടെ കീഴിലോ ഒക്കെയുള്ള പാലിയേറ്റീവ് പ്രവർത്തനം, മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ CH ഡയാലിസിസ് സെൻറ്റർ, ഇതിലേക്കൊക്കെ വളരെ നല്ല രീതിയിൽ സഹായങ്ങൾ നൽകാൻ ഈ കഴിഞ്ഞ 12 വർഷത്തെ ടൂർണമെൻറ്റുകൾക്കും സാധിച്ചിട്ടുണ്ട്. അതൊട്ടേറെ രോഗികൾക്ക് ഗുണം ചെയ്തിട്ട് എന്ന് നേരിട്ട് ബോധ്യപ്പെട്ട മനുഷ്യനാണ് ബഷീർക്ക. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു വികാരം ഇതിനകത്തുള്ളത്, ഇത് നടക്കണമെന്നുള്ളത്. പിന്നെ സംസ്ഥാന സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായ ചില പ്രയാസങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം, അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ട്. അദ്ദേഹം നടത്തുന്നത് ട്രാവൽസ് ബിസിനസ്സാണ്. അദ്ദേഹത്തിന് ഒട്ടനവധി ബന്ധങ്ങൾ മലപ്പുറം ജില്ലയിലായാലും കോഴിക്കോട് ജില്ലയിലായാലും അത്തരം സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ഇതിൽ ഏതെങ്കിലും നിലക്ക് ഈ ടൂർണമെൻറ്റിന് എതിരെ നിൽക്കുന്നു എന്നറിയുമ്പോൾ അതിൽ ഇടപെടാൻ തക്ക രീതിയിലുള്ള ഒരാളാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഇടപെടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാൻ നിങ്ങൾ മുന്നിൽ നിൽക്കണം, ഇന്ന ആളുമായി നിങ്ങൾ ബന്ധപ്പെടണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അത്രേ ഇതിന് സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ അദ്ദേഹം ഇന്നലെ പറഞ്ഞപ്പോൾ സെവൻസ് ഫുട്ബോളിൻ്റെ പ്രശ്നങ്ങളാണ്, അസോസിയേഷൻ്റെ പ്രശ്നങ്ങളാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കാൻ വിട്ടുപോയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം മണ്ണാർക്കാട് ടൂർണമെൻറ്റ് നടക്കുമ്പോൾ പലപ്പോഴും ലിൻഷ മെഡിക്കൽസ് ഫൈനലിലെത്തുക അല്ലെങ്കിൽ കപ്പടിക്കുക ചെയ്യുമ്പോൾ കമ്മിറ്റിക്കളി എന്നുള്ള രൂപത്തിൽ പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും മണ്ണാർക്കാട് ടൂർണമെൻറ്റുകൾ ഒരു കാലത്തും ഒരു ടീമും ഈ ഗ്രൗണ്ടിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു നിലക്കിലും ഇവിടുത്തെ വിസിലിനെ നിയന്ത്രിക്കാറില്ല. അത് കൃത്യമായ വിസിലിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള റഫറിമാരാണ് ഈ ഗ്രൗണ്ടിൽ വരുന്നത്. അവർക്ക് അവരുടേതായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവർ കൃത്യത പാലിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. പിന്നെ ലിൻഷ മെഡിക്കൽസ് ആയാലും സൂപ്പർ സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള പ്രധാന ടീമുകളൊക്കെ തന്നെ മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തായി പോയ കളികളുണ്ടായിട്ടുണ്ട്. ആ സമയത്തും ഈ ടൂർണമെൻറ്റ് ഇവിടെ വിജയകരമായി തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒറ്റ കാര്യങ്ങൾ കൊണ്ടാണ്. കളിക്കുന്നവർക്ക് ഗ്രൗണ്ടിൽ ജയിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ നടന്ന മത്സരത്തിൽ ഫെസ്റ്റിവൽ കോഴിക്കോടും സ്കൈ ബ്ലൂ എടപ്പാളും തമ്മിൽ നടന്ന മത്സരത്തിൽ ഞങ്ങളുടെ പ്രതീക്ഷ ഇവിടെ എടപ്പാൾ ജയിക്കുമെന്നായിരുന്നു. കാരണം എടപ്പാൾ അത്രയും ടീം സെറ്റപ്പ് ഉള്ള ഒരു ടീമാണെന്ന് കേരളത്തിൽ സെവൻസ് കളിക്കുന്നതിൽ. പക്ഷേ ഇന്നലെ ഗ്രൗണ്ടിൽ നടന്ന കളിയിൽ നിന്ന് നമുക്കറിയാം ഫിറ്റ്വെല്ലിൻ്റെ താരങ്ങൾ അവരുടേതായ രീതിയിലുള്ള അവരുടെ കളിയുടെ മികവ് അത് കണ്ടതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ വിജയം വന്നത്. ഞങ്ങൾക്ക് അതിൽ വേറെ വിഷമമൊന്നുമില്ല. കാരണം എല്ലാ ടീമുകളും ഈ 18 ടീമുകളും ഒന്നിനൊന്ന് മെച്ചാണ്. ആരെ അടിക്കും എന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ ഇന്ന് കേരളത്തിൽ നമ്മളൊക്കെ പ്രശസ്തമായ പല പേരുകളും പറയുന്ന ടൂർണമെൻറ്റ് ടീമുകൾക്ക് അപ്പുറമാണ് അവരുടെ പ്രകടനങ്ങൾ കേരളത്തിലെ ഗ്രൗണ്ടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണികൾക്ക് നല്ലൊരു ഫുട്ബോൾ ആസ്വദിക്കാനുള്ള 1 മണിക്കൂർ സമയം നൽകുക, അതോടൊപ്പം തന്നെ അർഹതപ്പെട്ട ഒരുപാട് രോഗികൾക്ക് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക. ഇത് മാത്രമാണ് മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ ഈ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ഏറ്റവും സൗഹൃദപരമായ ഒരു അന്തരീക്ഷം, ആയിരക്കണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടുകയും അങ്ങനെ ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത്തരം പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ ഫുട്ബോൾ എന്ന ആ ഒരൊറ്റ വികാരത്തിൻ്റെ പുറത്ത് ആളുകൾ പങ്കെടുക്കുകയും ഫുട്ബോളിനെ സ്നേഹിക്കുകയും അതിനുവേണ്ടി അവരുടെ പോർവിളികളും വെല്ലുവിളികളും ഒക്കെ അവർ നടത്തുകയും ഒക്കെ ഗ്രൗണ്ടിനകത്ത് ഗാലറിയിൽ ഇരുന്ന് ചെയ്യുക എന്നല്ലാതെ ഒരാളെ വ്യക്തിപരമായോ മറ്റോ ഇന്നവരെ ഈ ഗ്രൗണ്ടിൽ പോയിട്ടില്ല എന്നുള്ളത് മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ആ തരത്തിലൊരു ടൂർണമെൻറ്റാണ് സംഘടിപ്പിക്കുന്നത്. അതിന് ഇവിടെ ടീമുകളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും ടീമുകൾ തമ്മിൽ മത്സരിക്കുന്ന കാര്യത്തിൽ അവരെ ഫിക്സർ ഇടുന്ന കാര്യത്തിലുമൊക്കെ ഞങ്ങളെ പ്രസിഡന്റ് നടത്തുന്ന ഒരു വലിയ പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനമാണ് ഈ ടൂർണമെൻറ്റിൻ്റെ വിജയത്തിൽ എത്തിക്കാറുള്ളത്. തീർച്ചയായും അത്തരത്തിലുള്ള നല്ല മത്സരങ്ങൾ മണ്ണാർക്കാടിന് വേണ്ടി മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ സമ്മാനിക്കും. എന്തായാലും ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ഫിറോസ് ബാബു ആണ്. എന്തായാലും വളരെയധികം വിവാദമായ ഒരു പ്രസ്താവനയായിരുന്നു നമ്മുടെ ഈ ഫായിദ ബഷീറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതിന് വലിയ ഒരു ക്ലാരിറ്റി തന്നെയാണ് ഫിറോസ് ബാബു ഇന്ന് നമുക്ക് നൽകിയിട്ടുള്ളത്.